അത്ര പോരാ. നമ്മള് വിചാരിച്ചൊരു സംഭവം കിട്ടിയില്ല, വൈബ് കിട്ടിയില്ല. പടവും കുഴപ്പം കണ്ടിരിക്കാം പറ്റുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. വെയിറ്റിങ് ഇതിന് നന്നായി ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്നാലും അത്ര ഗുമ്മായില്ല, ലാഗൊന്നുമില്ല. തെലുങ്കു ബേസ്ഡ് അവർക്ക് അവരുടെ ഓഡിയൻസിന് ഇഷ്ടമാണോ രീതിയിലുള്ള ഒരു പടം. നമ്മുടെ ഓഡിയൻസിന് ഇത് വർക്കൗട്ട് ആവില്ല. അല്ലു മാസ് കംപ്ലീറ്റ് മാസ് പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അതായത് ആദ്യത്തെ ഭാഗം പോലെ തന്നെ ഒരുവിധം സീൻസും മാസ് സീൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അത്ര എയിമായില്ല, പടം വേറെ ട്രാക്കിലേക്ക് പോയി. തേർഡ് പാർട്ടിക്ക് വേണ്ടിട്ട് വെച്ചേക്കണേ. ഫസ്റ്റ് ഹാഫ് ഓക്കെ, ഫഹദൊക്കെ നന്നായിണ്ട്. ഇതുപോലൊക്കെ തന്നെ. ഏർക്ക് എന്തുണ്ട് അതിന്റെ ആവശ്യമില്ല, അതൊന്നുമില്ല. പക്ഷെ ആള് നന്നായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോശം പറയില്ല, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കിടിലാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ആവറേജ് ഫീൽ തന്നെ. പക്ഷെ പടം കയറി കൊടുത്തു, കളക്ഷൻ അടിക്കും. ഫഹദ് കിടിലൻ, ഈ രക്ഷയില്ല, തകർത്തുണ്ട്. രശ്മിക കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെറുപ്പിച്ചൊന്നുമില്ല, നൈസായിരുന്നു, കുഴപ്പമില്ല. അല്ല, ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി രസമായിട്ടാണ്. ഫഹദിന്റെ റോള് ഫസ്റ്റ് ഒരു കോമഡി റോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ ആളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ട് തൊട്ട് ഏകദേശം സെക്കൻഡ് ഹാഫിൽ ഒരു പകുതി വരെയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ല റോൾ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഈ പുഷ്പ വണ്ണാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. പുഷ്പ 2 കുറച്ചുകൂടി മാസം സംഭവം കൂടുതലാണ് മാത്രം. പുഷ്പ 1 ആളുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഹൈ ആയി വരികയായിരുന്നു. ഇതിൽ സ്റ്റാർട്ടിങ് കാണിക്കും മറ്റേ ആള് ഫുൾ ഹൈ ആയിട്ട് ഒരു കേജ് മോഡലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇല്ല ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലാഗ് ഒന്നും കാണാൻ പറ്റും. അടിപൊളിയാ, നല്ല പടം. പിന്നെ സൂപ്പർ പടം. ക്ലൈമാക്സ് മാത്രമേ എന്തായാലും തേർഡ് പാർട്ട് വരുന്നുണ്ട്. നല്ല പടം, നല്ല മൂവി ആയിരുന്നു. സൂപ്പർ പടം, അടിപൊളി പടം.